നമസ്കാരം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിൻ്റെ എക്സസൈസ്, മുട്ട് തേയ്മാനത്തിൻ്റെ എക്സസൈസിനെ കുറിച്ച്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് എക്സസൈസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ആദ്യം നമ്മൾ ഇതുപോലൊരു, അപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ആഴ്ച കഴിഞ്ഞവരാണ് ഇത് ചെയ്യുക. 3 ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. 3 ആഴ്ച ഫ്രീ ആയിട്ട് കാല് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇത് നമ്മളിപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇരുമുടി സഞ്ചി വാങ്ങിക്കുക. ഇരുമുടി സഞ്ചി, ഈ ഇരുമുടി സഞ്ചി ഇങ്ങനെ വാങ്ങിച്ചതിന് ശേഷം 2 സൈഡിലായിട്ട് ഇങ്ങനെ 2 സൈഡിലായിട്ട് ഇതുപോലെ മെറ്റൽ, ഓരോ സ്ഥലം ഇത് മെറ്റൽ കണ്ടല്ലോ, ഈ മെറ്റൽ എടുത്തിട്ട് നിറയ്ക്കുക. ഇപ്പം നമുക്ക് ആദ്യം ഇങ്ങനെ ഒരുപാട് ഓവർ വെയിറ്റ് ഇടേണ്ട കാര്യമില്ല. കുറച്ച് മെറ്റലിട്ടാൽ, മെറ്റലോ ചരലോ, ഈ ചരലെന്ന് പറയുമ്പോൾ നമ്മളവിടെ മണലെന്ന് പറയും, വേറെ ഓരോ ജില്ലയിൽ ഓരോ പേരാണ് പറയുന്നത്, ചരലെന്ന് പറയും. അപ്പോൾ അതുപോലെ മെറ്റൽ അല്ലെങ്കിൽ ചരലിട്ടാലും മതി, അല്ലെങ്കിൽ മണൽ ഇട്ടാലും മതി. നമ്മളവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇത് ചല്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മെറ്റൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ചല്ലി എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്തത്. ഈ മെറ്റൽ നിങ്ങൾ ആവശ്യത്തിന് ഈ 2 ഭാഗത്തോട്ട് ഇടുക. കാരണം ഇവിടെ ഒരു 1/2 കിലോ ഇട്ടാൽ ഇവിടെ 1/2 കിലോ ഇടണം. ഈ 2 സ്ഥലത്തായിട്ടും 1/2 കിലോ. അത് പിന്നെ 1/2 കിലോ മാറി നമുക്കത് 1 കിലോ 1/2 കിലോ അങ്ങനെ നമുക്ക് അങ്ങനെ 2 അങ്ങനെ പോവാം. അത് നിങ്ങളുടെ വേദന മാറുന്നതനുസരിച്ചും നിങ്ങൾക്ക് കാലിൻ്റെ മസിൽ ഡെവലപ്പ് അനുസരിച്ച് പിന്നെ ശരിക്കും പറഞ്ഞാൽ 5 കിലോ വരെ ഇടാം, ഒരു പ്രശ്നവുമില്ല. ഒരു 2 മാസമോ കഴിയുമ്പോൾ 5 കിലോ വരെ ചെയ്ത് നിങ്ങൾക്ക് സാവകാശം ഇറങ്ങി നടക്കാനും അതുപോലെ ഈ മസിൽ കണ്ടീഷനായി നമുക്ക് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എപ്പിസോഡിൽ ഈ തേയ്മാനം വന്നിട്ട് മാറിയവർക്ക് പിന്നെ എങ്ങനെ ചെയ്യാം, പിന്നെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ വ്യായാമം എന്ന കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ മതി, നമുക്കുള്ള വ്യായാമം ചെയ്യാനുള്ള ഒരു ഐഡിയയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതാ ഇതിന് നേരെ ഇവിടെ കിഴിയായിട്ട് രണ്ടായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇത് ഈ കാലിലോട്ട് അങ്ങ് ഇടുക. ഇതാണ്ട ഇങ്ങനെ ഇടുക. അപ്പോൾ ഇത് ഒരുപാട് നിറഞ്ഞു വരുന്ന സമയമാകുമ്പോൾ ഏതെങ്കിലും ഇതുപോലൊരു ചരട് വെച്ച് ഈ ഭാഗം അങ്ങ് കെട്ടുക. ഇതിങ്ങനെ കെട്ടണം, ഇവിടെയും കെട്ടി ഇവിടെയും കെട്ടണം. അപ്പോൾ പിന്നെ ഇത് കളയത്തില്ല. ഇതാ ഇവിടെ ഇങ്ങനെ ഇടണം, എന്താ ഇങ്ങനെ ഇടുക. അതുപോലെ കാലിത് ഇങ്ങനെ ഇറക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ആദ്യം വെയിറ്റ് കുറച്ച് ഇട്ടാൽ മതി, വെയിറ്റ് കുറച്ച് മതി. ഞാനത് എപ്പോഴും പറയാം, നമ്മൾ ഇത് ഒരു കാര്യം ചെയ്യുമ്പോൾ സാവകാശം, വ്യായാമം എപ്പോഴും ക്ഷമയാണ് നമുക്ക് ഏറ്റവും വലുത്. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ വ്യായാമം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും ക്ഷമയുള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു സംഭവമാണ് വ്യായാമം. അതുകൊണ്ട് എല്ലാവരും ക്ഷമയില്ലാത്തതുകൊണ്ടാണ്, അല്ല സമയമില്ലാത്തതുകൊണ്ടല്ല. അപ്പോൾ നമുക്ക് ക്ഷമ വേണം. ഇപ്പോൾ നമ്മൾ സാവകാശം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പതുക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ, വിപ്രാളത്തിൽ ഇത് ഒരുപാട് വെയിറ്റ് കയറ്റിയിട്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ നിലവിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വേദന നിങ്ങൾ ഉണ്ടാക്കിയെടുത്തളയിൽ ഒടുവിൽ അത് ഞാനത് പറഞ്ഞു തന്നു അല്ലെങ്കിൽ അത് ചെയ്തതിലുള്ള കുഴപ്പം കൊണ്ടാണ് എന്ന് പറയരുത്. വളരെ സാവകാശം കുറച്ച് വെയിറ്റ് ഇട്ട് തുടങ്ങുക. അത് ഈ കുറച്ച് വെയിറ്റ് ഇട്ട് കണ്ട അതിങ്ങനെ ഇതിപ്പോൾ നമുക്ക് അഥവാ നമ്മുടെ തറയിൽ തട്ടുന്ന രീതിയാണ് ഇതൊന്ന് ചുറ്റുക. എങ്ങനെയായാലും നിങ്ങൾക്ക് ഇത് ഇരുമുടി സഞ്ചി എന്നല്ല, ഏതെങ്കിലും ഒരു സാധനം, ഒരു കിഴി പോലെ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ കാലിൽ കെട്ടിയിടണമെന്നുള്ളൂ, വെയിറ്റ് കിട്ടാൻ പറ്റും. കാലിൽ ഇങ്ങനെ ചെയ്യുക. അതുപോലെ ഇടത് കാലിൽ 10 നമ്പർ, വലത് കാലിൽ 10 നമ്പർ, അങ്ങനെ 3 സെറ്റ് ചെയ്യണം. 10 നമ്പർ കഴിഞ്ഞിട്ട് ഒരു 10 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കുക. 10 സെക്കൻഡ് അപ്പോൾ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മൾ മുകളിൽ ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നിർത്തിയിട്ട് ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ നിർത്തുന്നത് നല്ലതാണ്. കാരണം ഈ ബോഡി ഞാൻ നേരത്തെ ഈ കാലിൻ്റെ വെയിറ്റും ഇപ്പോൾ നമ്മൾ തൂക്കിയിരിക്കുന്ന വെയിറ്റും കൂടി ഈ മസിലിൽ വരുമ്പോൾ മസിൽ കുറച്ചുകൂടി കൂടുതൽ ഡെവലപ്പ് ചെയ്യും. പിന്നെ ഇതെങ്ങനെ, അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ ഒരു പക്ഷേ ഞാൻ ഈ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ വേദന സഹിച്ച് എങ്ങനെയാണോ ചെയ്യാൻ പറ്റും അതുപോലെ ചെയ്താൽ മതി. പക്ഷേ ചെയ്യേണ്ട രീതിയാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടിങ് മീൻസ് നിങ്ങളെ സഹായിക്കാനായിട്ട്, ഇതൊന്ന് താഴെ വീഴാതിരിക്കാനും ഒന്ന് ചുറ്റി വയ്ക്കാനൊക്കെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി നന്നായിരിക്കും. ഇല്ല ആരെയും ബുദ്ധിപിടിച്ചില്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലായില്ല. അപ്പോൾ ഇടത് കാലിന് ചെയ്യുന്ന പോലെ വലത് കാലം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരാഴ്ച ഇങ്ങനെ ഇതേ വെയിറ്റ് കുറച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സാവകാശം കുറേശ്ശെ വെയിറ്റ്, നിങ്ങൾക്ക് എത്രത്തോളം വെയിറ്റ് കൂട്ടാമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഇട്ടാൽ വേദന വരില്ല, ആ രീതിയിൽ വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണം വെയിറ്റ് കൂട്ടാം, ഒരു കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ 2 കാലിനും അപ്പോൾ പിന്നെ ഇത് വേറൊരു കാര്യമുണ്ട്, ഫുഡ് കൺട്രോൾ ചെയ്യണം. ഈ വ്യായാമം ഇപ്പോൾ ഓവർ വെയിറ്റ് വണ്ണം കാരണം നമ്മൾ തേയ്മാനം വന്ന ഒരാൾ ഇത് ചെയ്തതുകൊണ്ട് മാത്രം പറ്റത്തില്ല. അദ്ദേഹം ഈ ഫുഡും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യണം. ഫുഡ് നന്നായിട്ട്, അത് ആണായാലും പെണ്ണായാലും തീർച്ചയായിട്ടും മുട്ട് തേയ്മാനമുള്ളവർ ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യണം.
കൺട്രോൾ ചെയ്ത് നിങ്ങളെ ബോഡി വെയിറ്റ് കുറയ്ക്കണം. ഈ കുറയ്ക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ മസിൽ ഡെവലപ്പ് ആവുകയും നിങ്ങളുടെ മുട്ട് തേയ്മാനം ഇനി തേയ്മാനം വരാതിരിക്കുകയും അതുപോലെ തേയ്മാനം ഉണ്ടെന്നുള്ള പേരിൽ നിങ്ങൾ വിഷമിച്ച് ആ ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫുഡും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യാൻ ബോഡി വെയിറ്റ് കുറയ്ക്കാനുള്ള, അതായത് മുട്ട് തേയ്മാനമുള്ള ആൾക്കാർ, നല്ല ബോഡി വെയിറ്റ് ഉണ്ട്, അവർക്ക് ഉള്ള ഫുഡ് കൺട്രോൾ ചെയ്യണത് കൂടി ഞാൻ ഈ അവസരം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നല്ല വണ്ണമുണ്ട്, അപ്പോൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നല്ല വണ്ണമുള്ളവരാണ് ഈ മുട്ട് തേയ്മാനത്തിനുള്ള കാരണമെന്ന് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ബോഡി വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു ഡയറ്റ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം എന്താണെന്ന് ഞാൻ നിങ്ങളോടൊന്നും അറിയില്ല അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. നിലവിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനെ വിട്ടിട്ട് ഇനി മുതൽ ഈ വ്യായാമം ചെയ്തതിന് ശേഷം കഴിക്കേണ്ട ഫുഡാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തരുമ്പോൾ വ്യായാമം മാത്രമല്ല, എൻ്റെ ഫുഡും കൂടി പറഞ്ഞു തരണമല്ലോ. അല്ലാതെ വ്യായാമം ചെയ്തിട്ട് ഓവർ സൈസുള്ള നിങ്ങൾക്ക് ആഹാരം കുറയ്ക്കാതിരുന്ന ഒരു കാരണവശാലും ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടത്തില്ല. മറ്റേതാകുമ്പോൾ ഫുഡും കൂടി കുറയുമ്പോൾ നിങ്ങളെ ബോഡി വെയിറ്റ് ഒന്ന് കുറയുന്നതനുസരിച്ച് പെട്ടെന്ന് നമ്മൾ എന്താണ് ഉദ്ദേശം അത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഫുഡിൻ്റെ കാര്യം കൂടെ, ഈ തേയ്മാനമുള്ളവർക്കുള്ള ഫുഡ് കൺട്രോളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ രാവിലെ അരി ആഹാരത്തിലാണെങ്കിൽ 2 ഓവർ വണ്ണം, അതായത് ഹൈറ്റും വെയിറ്റും വ്യത്യാസമുള്ളവർക്കാണ്. വണ്ണം കുറഞ്ഞ ഒരാളാണെങ്കിൽ ഡയറ്റിൻ്റെ ആവശ്യമില്ല. അത് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് തേയ്മാനം, ഇല്ലെങ്കിൽ നിങ്ങളെ മസിൽ വീക്കായതുകൊണ്ടായിരിക്കും തേയ്മാനം. ഈ വണ്ണമുള്ളവരുടെ ഡയറ്റാണ് ഞാൻ പറയുന്നത്. വണ്ണമുള്ള ഒരാൾ, നിലവിലുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അരി ആഹാരം 2, അത് ദോശ ആയിക്കോട്ടെ, അപ്പം ആയിക്കോട്ടെ, ഇടിയപ്പം ആയിക്കോട്ടെ, അതുപോലെ അരിയിൽ എന്താണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ 2 എണ്ണേ കഴിക്കാവൂ. ചമ്മന്തിയോ സാമ്പാറോ കഴിയുന്നതും എണ്ണയില്ലാതെ തയ്യാറാക്കിയതായിരിക്കണം. കടല, ഉള്ളിക്കറി ഇതൊക്കെ കഴിക്കാം, പക്ഷേ എണ്ണ ഒഴിക്കരുന്നില്ല. കടല നല്ലതാണ്, പ്രോട്ടീനാണ്, അതുകൊണ്ട് കടല കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എണ്ണ ഒഴിച്ച് അതിന് രുചി കൂട്ടാതിരിക്കുക. അത് കഴിഞ്ഞ് ഈ 2 മുട്ടയുടെ വെള്ള നിങ്ങൾ കഴിക്കണം. അതുപോലെ പാല് ചൂടായി നല്ല തിളപ്പിച്ച് തണുക്കാൻ വയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന പാട അല്ലെങ്കിൽ അതിൻ്റെ കൊഴുപ്പ് മാറ്റിയിട്ട് പാല് കുടിക്കണം. നിർബന്ധമായി ഇപ്പോൾ ഒരുപാട് പേര് ഞാൻ പാല് കുടിക്കില്ല, ഞാൻ പാല് കുടിച്ചിട്ടില്ല, ഞാൻ പാല് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരുപാട് പേര്. അവർക്കൊക്കെ കൂടുതൽ ഈ തേയ്മാനത്തിൻ്റെ വരാൻ സാധ്യത ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാല് വേണം, അത് കാൽസ്യത്തിൻ്റെ അളവ് പാലിൽ കൂടുതൽ. അപ്പോൾ പാല് കുടിക്കുക, 1 ഗ്ലാസ് പാല് കുടിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നെ ഉച്ചയ്ക്ക് വേറെ സലാഡ്, ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾ സലാഡ്, വിശപ്പുണ്ടെങ്കിൽ സലാഡ് കഴിക്കുക. ഒരു കുക്കുംബർ, 2 ക്യാരറ്റ്, 2 നെല്ലിക്ക, 1 തക്കാളി, അതിൻ്റെ കുരു മാറ്റിയാൽ നന്നായിരിക്കും. 1 നാരങ്ങ പിഴിയുക, 1 നാരങ്ങ കട്ട് ചെയ്ത് പിഴിഞ്ഞ്, പിന്നെ ക്യാബേജ് തൈറോയിഡിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടാണ് ക്യാബേജ് ഞാൻ പറയുന്നത്. ക്യാബേജ് കഴിയുന്ന ഒഴിവാക്കിക്കോ. ബീട്രൂട്ട് ആവശ്യത്തിന് 1/4 ഭാഗം, ഒരു ബീട്രൂട്ടിൻ്റെ 1/4 ഭാഗം ബീട്രൂട്ട് എല്ലാം കൂടി ചേർത്ത് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച്, ഇന്തുപ്പാണ് നല്ലത്, സാധാ ഉപ്പിനേക്കാളും നല്ല ഇന്തുപ്പ് ഇട്ട് കൈകൊണ്ട് ഇളക്കി അത് കഴിക്കുക. നമുക്ക് വിശപ്പ് ഉണ്ടാകുന്ന സമയത്തൊക്കെ അത് കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് കഴിക്കുക. പിന്നെ ഉച്ചയ്ക്കിപ്പോൾ അത് ഇടയ്ക്കുള്ള ആഹാരം എന്നുള്ള രീതിയിൽ സലാഡ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇപ്പം നിങ്ങൾ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചോറിൻ്റെ 1/3 ഭാഗം കഴിച്ചാൽ മതി. ഉച്ചയ്ക്ക് കഴിക്കുന്ന ഇപ്പം നിലവിൽ കഴിക്കുന്ന 1/3 ഭാഗം. അപ്പോൾ നമ്മൾ ഒരു ഭാഗം ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്യുമ്പോൾ അതിലൊരു ഭാഗം കുറച്ച് ചോറ്, ഒരുപാട് പച്ചക്കറികൾ, അതിൽ ചീര ഒരുപാട് നിങ്ങൾ എന്നും കഴിക്കാൻ തോന്നണം. ചീര ഒരുപാട് ചേർത്ത് ചീര കഴിക്കുക. പിന്നെ എല്ലാ പച്ചക്കറികളും അടങ്ങുന്ന ആഹാരം, പിന്നെ വെള്ളം ഒരുപാട് കുടിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം അത് കഴിക്കുക. അത് കഴിഞ്ഞ് വൈകുന്നേരം ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ മധുരം കുറച്ചൊരു ചായ, മധുരം കയ്പൊന്ന് മാറാൻ വേണ്ടി മാത്രം 1 നുള്ളു പഞ്ചസാര ഇട്ട് ഒരു ചായ, ആ ചായ കുടിച്ചിട്ട് വേറെ ഉഴുന്നോടെ പരിപ്പട വാഴയ്ക്കൊപ്പം മറ്റൊന്നും കഴിക്കരുത്. എണ്ണ പലഹാരം ഒരു കാരണവശാലും ബേക്കറി പലഹാരം കഴിക്കരുത്. അത് കഴിഞ്ഞ് രാത്രിയിൽ 2 ചപ്പാത്തി മീൻ കറി. 2 ചപ്പാത്തി മീൻ കറിയിൽ ഒരു പ്രശ്നമില്ല. പിന്നെ ചപ്പാത്തി കഴിക്കുന്നതിന് മുൻപായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ആപ്പിളോ കുറച്ച് മുന്തിരിയോ അതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ചപ്പാത്തി കഴിച്ചാൽ നമ്മളെ വിശപ്പ് പിടിച്ചടക്കിയതിന് ശേഷം കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചപ്പാത്തി കഴിക്കാൻ തോന്നത്തില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ 2 ചപ്പാത്തിയിൽ നിർത്താനുള്ള ആംബിയർ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ അത്രേ കഴിക്കുമെന്ന് വാശി പിടിച്ച് കഴിക്കുന്നവർക്ക് ഒരു പക്ഷേ ഈ ഫ്രൂട്ട്സ് ഒഴിവാക്കിയിട്ട് 2 ചപ്പാത്തി കഴിച്ചാലും മതി. പിന്നെ പഴവർഗ്ഗങ്ങൾ കിട്ടാത്തവർക്ക് വേണമെങ്കിൽ സലാഡ് കഴിച്ചിട്ട് ചപ്പാത്തി കഴിക്കാം, ചപ്പാത്തി കഴിച്ചിട്ട് സലാഡ് കഴിക്കാം. പക്ഷേ എങ്ങനെയായാലും
2 ചപ്പാത്തിയെ കഴിക്കാവും. അപ്പോൾ അതിന് വേറെ ചിലപ്പോൾ സംശയം ഉണ്ടാകും, അരി ആഹാരം കഴിക്കാമോ, ചോറ് കഴിക്കാമോ എന്നൊരു തോന്നൽ വരും. ചിലർക്ക് ചോദിക്കാം. പക്ഷേ എന്നാൽ അവരോട് പറയുന്നു, കഴിയുന്നത് ഗോതമ്പ് ആഹാരം ഒരു നേരം ശരീരത്തിൽ കയറുന്നതല്ല. ഈ ഗോതമ്പ്, അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, ഗോതമ്പിൻ്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് മാവിന് അല്ല ഗോതമ്പ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. ഗോതമ്പ് വാങ്ങിച്ച് നമ്മൾ പൊടിക്കണം. ഗോതമ്പ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഉണക്കി അതിനെ പൊടിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഒരു കാരണവശാലും നമ്മൾ അതിനെ അരിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ അതിനെ പിന്നെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ വെച്ച് നമ്മൾ പുട്ടോ ദോശയോ ഈ പറഞ്ഞ ചപ്പാത്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതിനകത്ത് ഫൈബർ നമുക്ക് നഷ്ടപ്പെടില്ല. ഉമി നമുക്ക് വേണം. അതാണ് ഗോതമ്പ് കൊണ്ടുള്ള ഗുണം ഉദ്ദേശിക്കുന്നത് നമ്മൾ. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പകുതി ഗോതമ്പും പകുതി മൈദയും ചേർത്തായിരിക്കും തരുന്നത്. അല്ലെങ്കിൽ ഇത് അതിനെ ക്ലിയർ ചെയ്ത് അതിൻ്റെ ഉമിയൊക്കെ മാറ്റിയ ഗോതമ്പായിരിക്കും. അത് നമുക്ക് ആ ഗോതമ്പിൻ്റെ 100% ഗുണം കിട്ടില്ല. കാരണം ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ നമ്മുടെ ശരീരത്തിൽ വേണം. അതാണ് നമ്മൾ അത്യാവശ്യം. അപ്പോൾ അതാണ് എല്ലാവരും ഗോതമ്പ് ആഹാരം കഴിക്കാൻ പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പിൽ അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഗോതമ്പ് വാങ്ങിച്ച്, ഇത് കാണുന്ന എല്ലാവരും ഗോതമ്പ് വാങ്ങിച്ച്, മുഴുവൻ ഗോതമ്പ് വാങ്ങിച്ച് പൊടിച്ച്, പിന്നെ അത് ശ്രദ്ധിക്കേണ്ടത്, അത് ഒരു കാരണവശാലും പിന്നെ നമ്മൾ അരിച്ച് അതിൻ്റെ ഉമി കളയരുത്. അതനുസരിച്ച് വേണം നമ്മൾ കഴുകി വൃത്തിയാക്കി ഇത് പൊടിക്കുക. അപ്പോൾ അതും കൂടി ഞാൻ പ്രത്യേകം പറയണം. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയ 2 ചപ്പാത്തിയും കഴിച്ച് നിങ്ങളൊരു 3 മാസം ആകുമ്പോൾ, 3 മാസം നിങ്ങളത് എഴുതിയിടുക. 3 മാസം ആകുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് അതിൻ്റെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ യാതൊരു സംശയം, നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം നമുക്ക് കിട്ടിയിരിക്കും. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമ്മൾ ഏത് കാര്യം നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്യുന്നതിൻ്റെ ഈ വേദന സഹിച്ച്, ഈ മുട്ടുവേദന വന്ന സമയത്ത് അത് സഹിച്ച് നിങ്ങൾ ഈ വ്യായാമം ചെയ്ത് ഈ ഫുഡും കൺട്രോൾ ചെയ്ത് ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നതിന് യാതൊരു സംശയം വേണ്ട. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലായല്ലോ. ഇതുപോലെ അനുസരിക്കുക. ഓക്കെ.